അപ്പൊ കണ്ണൂരിൽ നിന്ന് ഞാൻ തിരിച്ച് നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോ കണ്ണൂരിൽ നിന്ന് വന്ന സമയത്ത് ഞാൻ ഒരുപാട് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കണ്ണൂരിൽ നിന്ന് വന്ന സമയത്ത് ഞാൻ കൊടുത്ത പെട്ടി പൊട്ടിക്കുന്ന ഒരു ചെറിയ വീഡിയോ ഇടുന്നു കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടിയിൽ ഞാൻ കുറെ സാധനം കുത്തിയാൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണെന്നില്ല കാണാം. ഇവിടെ ഷിന്നുണ്ട്, ഓള് ഫുള്ള് ആകാംക്ഷയായിട്ട് ഇങ്ങനെ കാത്തിക്കണതിൽ എന്തൊക്കെയാണ് ഇല്ലെന്നില്ല അറിയാൻ വേണ്ടിയാണൊക്കെ. ഇത് പറഞ്ഞാല് ഒരു ബ്ലാക്ക് ട്രാക്ക് സൂട്ടാണ്. എന്തേ പിന്നെ വേറെന്തല്ലേ ഉപയോഗിക്കാത്ത മുസല്ലൊന്നുമല്ല. 5 ടൈം ഞാൻ അവിടെ നിന്നാണ്ട് പഠിച്ചാനും വേണ്ടാണ്ട് നിസ്കരിച്ചാണ്ട് അത് പറഞ്ഞാൽ നല്ലേക്ക് നിസ്കരിക്കണല്ലേ. അപ്പൊ നല്ലേക്ക് വെക്കണ്ടേ ഒന്നും അറിയില്ല. ഉദ്ദേശിച്ചാലോ ഇങ്ങനെ അടിക്കുക. അടുത്ത് അതൊക്കെ 3 ദിവസം അയക്കണ ശരിപ്പിച്ച്. പിന്നെ പറഞ്ഞാല് ഇതാണ് കൂടുതൽ സ്മരണം ഉണ്ടാക്കുക. വേഗം വെട്ടി അതൊക്കെ അതിന്റെ നല്ല മണയിക്കാരം. അല്ലാതൊന്നും ഞാൻ ഉപയോഗിച്ചില്ല. ഏത് ഇത് ജിമ്മിന് പോകുമ്പോ ടീഷർട്ട്. ജിമ്മിന് പോകുമ്പോ പറഞ്ഞാണ്ട് ഞാൻ ജിമ്മിന് പോയൊക്കെ ചെയ്തിട്ടുണ്ട്. ജിമ്മിന് ഞാൻ എത്ര ദിവസം പോയിക്കണ? ജിമ്മിന് 2 ദിവസം ഒന്നല്ല, ഞാൻ 2 മാസം ഞാൻ പൈസ കൊടുത്തേക്കണം. ഫസ്റ്റത്തെ മാസം ഞാൻ അതന്നെ. ജിമ്മിന് നമുക്ക് പോകുമ്പോ നമുക്ക് ഭയങ്കര എനർജിയും കാര്യങ്ങളൊക്കെ കയറും. ഫസ്റ്റത്തെ ഒരാഴ്ച രാവിലെ നീച്ച നമുക്ക് ദിവസമൊക്കെ ഉസാറാക്കണം എന്നൊക്കെ കരുതിയാണ് അങ്ങനെ പോകും. പിന്നെ പതുക്കെ ഇങ്ങനെ ചോറ് ഇങ്ങനെ പോകും. പെട്ടി പൊട്ടിക്കലിന്റെ ബാഗ് ഓപ്പൺ ആക്കലിന്റെ ഒരു ഭാഗം കഴിഞ്ഞു. ഡ്രസ്സിന്റെ സെക്ഷൻ കഴിഞ്ഞു. കണ്ടല്ലേ തിരുമ്പാനിന്റെ ഫുള്ള് ഡ്രസ് നമ്മളിവിടെ താഴെ നമ്മൾ കൊടുത്താണ് സെറ്റ് ആക്കി വെച്ചിരിക്കണേ. ഇനി ബാക്കി എന്താണ് നമ്മൾക്ക് അതിലുള്ളത്? ഇതെന്താ എനിക്ക് കണ്ട് മനസ്സിലാണില്ല. യു ക്യാൻ പിന്നെന്താ ഇത് രഹസ്യം. അത് എന്റെ സീക്രട്ട് കല്ലാണ്. അവിടെ തന്നെ വെച്ചോളൂ. പോസിറ്റീവ് എനർജി കിട്ടാറ് കല്ലാണ്. ഞാൻ എന്തെല്ലാവരോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. അല്ലാത്തപോലെ ഇങ്ങനെ പൊട്ടന്മാരെ വരി എടുക്കും. ഇതെന്താ വെച്ചാല് ഇത് തെളുങ്ങല്ലാണ്. അടിപൊളി ക്ഷീണാണ്. ഇതാണ് ഞാൻ എന്റെ സാധനം. ഇത് ഇതില്ലേ മറിയത്തിന് ഞാൻ കൊണ്ടാക്കി. എത്ര മനസ്സാണല്ലേ. എനിക്ക് വാങ്ങിയതാണ് സത്യത്തി. ഞാൻ എനിക്ക് വാങ്ങിയതല്ലേ. ഞാൻ വരുമ്പോ കൊണ്ടുവരാനിട്ടില്ലേ ഞാൻ എന്നോട്. ഞാൻ അടുത്ത് ലാഗ് അടിപ്പിക്കല്ലേ നമുക്ക്. ചൂടുക്കുരുവിന്റെ പൗഡർ. ഇത് ഡൂറാസലിന്റെ കേബിളിന്റെ പെട്ടിയാണ്. ഇത് നമ്മള് പിന്നെ എവിടെ പോവാണെങ്കിലും ശുദ്ധ മർമാണി തൈലൊന്നും ഇല്ലാതെ നിൽക്കണ ഈ സാധനം കൊണ്ടുപോണ്. അതെനക്കാണ്. എനക്കെന്താ ലിബാമ്. എന്റെ ചുണ്ടെല്ലാം ചോത്തിട്ടിരിക്കണല്ലോ. എന്റെ ചുണ്ടല്ലേ കറുത്തിട്ടിരിക്കണ്. അല്ല എനിക്ക് എനിക്ക് യൂസ് ചെയ്യണ്ടാവില്ല. വാസലിൻ പിന്നെ ഞാനാക്കുന്നത് എന്റെ അല്ലെങ്കിൽ തണുപ്പത്ത് പൊട്ടുമ്പോഴൊക്കെ ഇടാനൊക്കെ. കഴിഞ്ഞപ്പോ സാധനം ഇതിലും കൂടി ഉണ്ട്. ഇതും കൂടി ബാഗ് അൺബോക്സ് ചെയ്താ. ഫൗണ്ടേഷൻ, പുട്ടി, ലിപ്സ്റ്റിക്ക്, ഐബ്രോ, പിന്നെ വേറെ എന്താ കണ്ണിന്റെ അടി കൂടെ ഇറക്കണ ഐലൈനർ, ഇതൊക്കെ ഉണ്ട്. ഇത് നല്ല അടിപൊളി സാധനം കേട്ടോ. ഈ മെഷീൻ പറയുന്നത് ഇത് എത്ര 350 ഉറുപ്പ്യ ഉള്ളു. പക്ഷെ നല്ല ക്ലീന് നീറ്റായിട്ട് കിട്ടും. ഫുള്ള് ഇതും നല്ല ഷേവ് ചെയ്ത് എന്റെ കയ്യിൽ നിന്ന് നോട്ടെ ആക്കി തരാം. അത് വേണ്ട, ബോറ് കയറും. ഇത് ലാഗാക്കാൻ പറ്റില്ല. 8 മണിട്ടുള്ളൂ. ചെവി കുറ്റിങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെയാണ്.
ഇതിന് എന്താ കാര്യമായിട്ടൊന്നുമില്ല. ഓരോരോ ഓയിലും ഉണ്ട്. എനിക്ക് ഇന്നലെ നിന്ന് എന്തെങ്കിലും നിഗൂഢതകൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഞാൻ വല്ല മേക്കപ്പിന്റെ ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഇതില് എല്ലാ ക്രീമും ലിപ് ബാമും എല്ലാ ഐറ്റംസും ഇതിലുണ്ട്. പക്ഷെ ഞാൻ എന്നെ കണ്ടാവുന്ന ഉപയോഗിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നില്ലല്ലോ? കാരണം എന്നെ കണ്ട നാച്ചുറൽ ബ്യൂട്ടിയാണ്. നാച്ചുറൽ ബ്യൂട്ടി അന്നെ കണ്ട ക്ലാസ്സിന് പോകുമ്പോ കാട്ടിത്തരാ എന്റെ എങ്ങനെയാണെന്നില്ലേ. അത് കുളിച്ചുമ്പോ ചെവിയിലൊക്കെ തന്നെയാണ് വെള്ളം കയറി. അന്ന് ചെവിയിൽ വെള്ളം കയറിയിട്ട് ഇറങ്ങാറില്ലല്ലോ. 2 ചെവിയിൽ ഒരെണ്ണം കുത്തി കയറ്റുക. ഇല്ല, പ്രശ്നം ഉണ്ടാവുക യൂസ് ആക്കി. ഏറ്റവും അവിടുത്തെ ഡോക്ടർ ചിലക്കാ പൊടി ഇതിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? കഴിഞ്ഞോ? കണ്ടില്ലേ ഭയങ്കര ഇതാണ്. നല്ലൊരു ഭർത്താവാണ്. വീഡിയോക്ക് മറ്റൊരു മാത്രം കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര സ്നേഹത്തിലാണ്. ഭയങ്കര സ്നേഹമുള്ളൊരു ഭർത്താവാണ്. ഭർത്താവ് തന്നെ അറിയില്ലേ. ഈ ബാഗ് എവിടെയാണ് കൊണ്ടിട്ടത്? സർപ്രൈസ്. അപ്പൊ ബാക്കി നാളെ